വെസ്റ്റേൺ കോലാലംപൂരിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അവിടെയാണ് കൊട്ടാരമുള്ളത്. ഹലോ ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ മലേഷ്യയിൽ എത്തിയിട്ട് നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കിങ്സ് പാലസ് ആണ്. അപ്പോൾ ഈ കിങ് പാലസിൽ അവിടെ രാജാവ് ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇത് ഫുൾ കാണാനായിട്ട് പറ്റും. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ, അതുകൊണ്ട് തലയിൽ ഹാറ്റൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കിങ്സ് പാലസ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇസ്താന നെഗാരയിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര. അതായത് ദേശീയ കൊട്ടാരമാണ് നാഷണൽ പാലസ് ഓഫ് മലേഷ്യ. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറക്കാറില്ല. പക്ഷെ സന്ദർശകർക്ക് നല്ല ഗാംഭീര്യമുള്ള പുറം കാഴ്ചകൾ, ഗാർഡുകളുടെ മാറ്റച്ചടങ്ങ്, അതുപോലെ പ്രധാന ഗേറ്റിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. അതുപോലെ നമുക്കിവിടെ നിന്ന് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം പുറം ഗേറ്റിൽ നിന്ന് എടുക്കാനൊക്കെ പറ്റും. അല്ലാതെ ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് കടക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിന്ന് ആ കൊട്ടാരവും ദൂരെയുള്ള കൊട്ടാരമാണ് കേട്ടോ, കുറച്ചങ്ങ് ദൂരെയാണ് അത്. ആ കൊട്ടാരം എല്ലാം ആ ഗേറ്റിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതൊരു ഫോട്ടോ പോയിന്റ് എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാജാവ് വസിക്കുന്ന കൊട്ടാരമാണ്, അതുകൊണ്ട് തന്നെ അകത്തേക്ക് പോകാനും പറ്റില്ല. ഒത്തിരി സന്ദർശകരാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. മലേഷ്യൻ കിങ്ങിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആണിത്. 2011 മുതലാണ് ഈ ഒരു പാലസ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സമയത്തൊക്കെ നല്ല വെയിലാണ് കേട്ടോ. ഞാനിങ്ങനെ 1-2 ക്യാമറകൾ മാറി മാറി എടുക്കുമ്പോൾ ചിലതിൽ ഇച്ചിരി ക്ലാരിറ്റിയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സമയത്ത് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഞാൻ തലയിൽ തൊപ്പി വെച്ചിരിക്കുന്നത്. പിന്നെ ചില സമയത്ത് ഒരു വെയിൽ മങ്ങലും ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വന്ന് നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കൊട്ടാരത്തിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലൈ, ഇസ്ലാമിക് ആൻഡ് വെസ്റ്റേൺ ആർക്കിടെക്ചർ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സ്റ്റൈലിലാണ് ഈ ഒരു കൊട്ടാരം പണി കഴിച്ചിട്ടുള്ളത്. ഈ വലിയ കവാടത്തിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ കൊട്ടാരം ചെറുതായിട്ട് കാണാൻ പറ്റും. അത്രയും ദൂരെയാണ് കൊട്ടാരം ഉള്ളത്. കണ്ടോ, അങ്ങ് നേരെ നോക്കുമ്പോൾ നമുക്ക് ആ കൊട്ടാരം ചെറുതായിട്ട് കാണാനായിട്ട് പറ്റും. ഇബ്രാഹിം ഇസ്കന്ദറാണ് ഇപ്പോഴത്തെ കിങ്. ഗവൺമെൻറ് ഓഫ് മലേഷ്യയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ ഒരു കൊട്ടാരവും. 97.65 ഹെക്ടർ വിസ്തീർണമാണ് ഈ കൊട്ടാര സമുച്ചയത്തിനുള്ളത് കേട്ടോ. ഇതതിൻ്റെ ചുറ്റുമുള്ള ഒരു കമ്പി മതിലാണ്. അപ്പോൾ ഈ മതിലൂടെ നോക്കുമ്പോൾ അങ്ങേറ്റത്ത് നമുക്ക് കൊട്ടാരം ഇപ്പുറത്തെ സൈഡിലൂടെ കാണാനായിട്ട് പറ്റും. ശരിക്കും ഇതാണ് കൊട്ടാരത്തിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ഫോട്ടോ കേട്ടോ. ഞാനിത് കുറച്ച് ഫോട്ടോസുകൾ ഗൂഗിളിൽ നിന്ന് എടുത്താണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കൊട്ടാരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 22 താഴിക കുടങ്ങൾ വച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ആ ഒരു മേൽക്കൂരയെല്ലാം. കൊട്ടാരത്തിന് ഏകദേശം 3 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഔപചാരികമായിട്ടുള്ള ഘടകം, ഒന്ന് രാജകീയമായിട്ടുള്ള ഘടകം, മൂന്നാമത്തെ ഭരണഘടകം. അതുപോലെ തന്നെ 3 പ്രവേശന കവാടങ്ങളാണ് കേട്ടോ ഉള്ളത്. അതിലൊന്ന് പൊതുജനങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് സ്റ്റാഫുകൾക്കും കടന്നു വരാനുള്ളതാണ് അത് ഈ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ 2 താഴികക്കുടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുള്ള 2 ഇലകളുടെ രൂപത്തിലാണ് കേട്ടോ രൂപകൽപ്പന ചെയ്തത്. രാത്രി ഈ കൊട്ടാരം കാണാൻ നല്ല രസമാണ് കേട്ടോ. അതായത് നിറയെ അലങ്കാര വിളക്കുകൾ കൊണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു കൊട്ടാരമാണ് നമുക്ക് രാത്രി കാലഘട്ടത്തിൽ കാണാനായിട്ടൊക്കെ പറ്റുന്നത്. കൊട്ടാരത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്കനുസരിച്ച് വിളക്കുകളുടെയും ഇതിൻ്റെ കളറൊക്കെ മാറുമെന്നാണ് പറയുന്നത്. അതുപോലെ ദൂരെ നിന്ന് വ്യക്തമായിട്ടിത് കാണാനും സാധിക്കും. രാജകൊട്ടാരത്തിൽ വളരെ രസമാണ്. അതിനകവും കാണാനായിട്ട് ഒത്തിരി റൂമുകളും എല്ലാം ഉള്ള ഒരു വലിയ കൊട്ടാരം തന്നെയാണ്. അതുപോലെ അതിഥികൾക്ക് വേണ്ട റൂമുകൾ, ക്ലിനിക്കുകൾ, ഡോക്ടേഴ്സ് റൂം, അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ ചേർന്നാണ് ഇതിൻ്റെ ഉൾവശവും. അപ്പോൾ അതിൻ്റെയും കുറച്ച് ഫോട്ടോസുകൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. മലേഷ്യയിലെ രാജാവും മലേഷ്യയുടെ ഭരണഘടനാപരമായിട്ടുള്ള രാജാവും അതുപോലെ തന്നെ ആചാരപരമായിട്ടുള്ള രാഷ്ട്രത്തലവനുമാണ്. 2024 ജനുവരി 31 മുതലാണ് നിലവിലെ പ്രസിഡന്റ് ഇബ്രാഹിം ഇസ്കന്ദറാണ്. ഇത് കുറച്ചൊക്കെ ആ രാജകൊട്ടാരത്തിൻ്റെ അകക്കാഴ്ചകളാണ് കേട്ടോ. നമുക്ക് ഇതിൽ ഇസ്താന നെഗാര മലേഷ്യ പാലസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ കുറേ ഇതിൻ്റെ ഫോട്ടോസുകൾ, രാജാവിനെക്കുറിച്ച്, രാജ്ഞിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കിട്ടും. ഈ രാജാവിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ് കാലാവധി. മലേഷ്യയിലെ രാജാവിൻ്റെ സ്ഥാനം വഹിക്കുന്ന ആളെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് മലായ് സംസ്ഥാനങ്ങളിലെ, അതായത് പരമ്പരാഗത രാജകീയ ഭരണാധികാരികളുടെ മലേഷ്യയിലെ 9 സംസ്ഥാനങ്ങളാണ്. അതിലെ ആളുകളാണ് മാറി മാറി വരുന്നത്. അപ്പോൾ ഭരണാധികാരികളിൽ നിന്ന് ഓരോ 5 വർഷം കൂടുമ്പോൾ സെലക്ട് ചെയ്ത് പിന്നെ അവർക്ക് ആ 9 പേരും കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത ആൾക്ക് മത്സരിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരാളുടെ കാലാവധി തീർന്ന ശേഷം മറ്റ് 8 പേരും ആ സ്ഥാനം വഹിച്ച ശേഷം മാത്രമേ മറ്റൊരാൾക്ക് സ്ഥാനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ രാജാവിൻ്റെ വിശേഷങ്ങൾ.
പ്രശ്നമായിട്ട് തോന്നിയത് ഇവിടുത്തെ ഗാർഡ്സ് ആണ് കേട്ടോ. ഈ ഒരാൾ തോക്കേന്തിയ ഒരു ഗാർഡും പിന്നെ ഒരാൾ കുതിരപ്പുറത്തും ഗാർഡുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തെയും സൈഡിലുണ്ട്. ആ ഒരു രാജാവിൻ്റെ പദവിക്ക് അനുസരിച്ച് നല്ല ഭംഗിയായിട്ടാണ് ഈ ഗാർഡുകൾ നിൽക്കുന്നത്. ഒരനക്കവും ഒരു ചിരിയോ ഒന്നും ഇല്ലാതെയാണ് ഈ ഗാർഡ്സ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാനും കുതിരയെ തൊടുവും കുതിരയുടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഫോട്ടോ എടുക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗാർഡ്സ് അവർ സ്റ്റേണായിട്ട് നേരെ നോക്കിയാണ് നിൽക്കുന്നത്. എല്ലാവരും കുതിരയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഉത്സാഹമായി. കുതിരയുടെ അടുത്ത് തൊട്ടും കുതിരയുടെ അടുത്ത് നിന്നും ഒക്കെ കുറേ ഫോട്ടോസും വീഡിയോസും ഞങ്ങളും എടുത്തു കേട്ടോ. ഈ കുതിരയും ഈ പറഞ്ഞ പോലെ കുറേ സമയം നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇടയ്ക്ക് കാലൊക്കെ ഒന്ന് നീട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒന്നും ചെയ്യില്ല, നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ ഫോട്ടോയൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ സ്റ്റോപ്പാണ് ഇത്. നമുക്ക് മലേഷ്യയിൽ ചെല്ലുമ്പോൾ ഇതുപോലെ കുറേ ഫോട്ടോ സ്റ്റോപ്പുകളുണ്ട്. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് അവർ അലോ ചെയ്യും. നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കിംഗ് സ്പേസ് ധാരാളമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പൂന്തോട്ടം ഇതിൻ്റെ മുൻഭാഗത്തുണ്ട്. അകത്തേക്ക് കയറി കഴിഞ്ഞാലും കൊട്ടാരത്തിന് മുന്നിലും നിറയെ പൂന്തോട്ടങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ടുള്ള ഒരു ഏരിയ. കാണാൻ തന്നെ നല്ല രസമാണ്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസുകളും വീഡിയോസും ഞാനും ചകരയൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ആ ടൂറിസ്റ്റ് ബസ്സുകൾ കിടപ്പുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത് ഡബിൾ ഡെക്കർ ബസ്സാണ്. അത് സിറ്റി ടൂറിൻ്റെ ബസ്സാണ്. കുറേ ഫോറിനേഴ്സ് അതിനകത്ത് കണ്ടു. നമുക്കും ഇതുപോലെ തന്നെ സിറ്റി ടൂറിന് വേണ്ടിയിട്ട് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റി ടൂർ ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും സിറ്റി ടൂറിനുള്ള ഈ ബസ്സിൽ കയറാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ടൂറിന് മുമ്പ് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ബുക്ക് ചെയ്യാം. ഏകദേശം ഇതിൻ്റെ സിറ്റി ടൂർ ബസ്സിൻ്റെയൊക്കെ ഒരു പ്രൈസ് വരുന്നത് 60 റിങ്കറ്റാണ് കേട്ടോ മുതിർന്നവർക്ക്. 30 റിങ്കറ്റാണ് 12 വയസ്സിന് താഴെയുള്ളവർക്ക്. 60 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1200 രൂപയാണ് നമ്മുടെ ഇവിടെ ഇന്ത്യൻ മണി വരുന്നത്. അതുപോലെ ഇതിൻ്റെ പേര് റോണ്ട കേൽ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ബസ് ടിക്കറ്റ് നമുക്ക് ഓൺലൈനിലും ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത്ര അവേഴ്സ്, അതുപോലെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം, ഇതെല്ലാം വെച്ച് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. നല്ല രസമുള്ളൊരു ട്രിപ്പാണ്. എന്തായാലും ഞങ്ങൾക്ക് അത് മിസ്സായി. കാരണം ഓൾറെഡി ഞങ്ങൾ ഐനറിയൊക്കെ സെറ്റ് ചെയ്തിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു സിറ്റി ടൂർ ബസ് മിസ്സായി. അപ്പോൾ ഇനിയും ഉണ്ട് നമ്മുടെ വീഡിയോസ്. ഇത് 1-2 നമ്മുടെ ഡെസ്റ്റിനേഷനേ ആയിട്ടുള്ളൂ. ഇനിയും വരുന്നുണ്ട് കൂടുതൽ ഡെസ്റ്റിനേഷൻസ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. അപ്പോൾ ഫുഡിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലും നമ്മുടെ കുക്ക് വിത്ത് ജ്വൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഞാൻ കൂടുതലും ഇടാറ്. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നോക്കട്ടെ, ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസുകൾ വ്ളോഗൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ മലേഷ്യൻ ട്രിപ്പിൽ എവിടെയൊക്കെയാണ് പോയത് എന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ട്രാവൽ പാർട്ട്ണർ ഓർലിൻ ഹോളിഡേയ്സ് ആൻഡ് ഇവൻറ്റ്സ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്കും ടൂർ പോകണം, മലേഷ്യ ഓൾ വേൾഡ് എവിടെയാണെങ്കിലും ഓർലിൻ ഹോളിഡേയ്സ് ആൻഡ് ഇവൻറ്റ്സിനെ സമീപിക്കാം. ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് മലേഷ്യൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ, ബൈ.